അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. സംസ്ഥാന നേതൃത്വം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഒരു സംശയം. ഇപ്പോ നിലവിലെ സ്വാഭാവികമായിട്ടൊരു 140 നിയോജകമണ്ഡലം ഉണ്ടല്ലോ, അതിലിപ്പോ 40 സീറ്റോളം ഒരു പരിധിവരെ ഇടതുപക്ഷം ജയിക്കാവുന്ന സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ UDF തന്നെ ഒരു 40 സീറ്റ് ജയിക്കാവുന്ന അപ്പൊ 80 സീറ്റ് കഴിഞ്ഞു. അപ്പൊ 40 ഉള്ളതും 60 പുതിയതായി പിടിക്കുകയും ചെയ്ത് 100-ലെത്തുക എന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അത് കിട്ടാനുള്ള സാധ്യത. ഒന്ന്, കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു മാനസികമായ പ്രയാസം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിന് ദീർഘകാലമായി ചെയ്യേണ്ട ഒരു പദ്ധതിക്കും തുടക്കം കുറിക്കാൻ ഗവൺമെന്റ് വെച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങി വെച്ച മെട്രോ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും അതുപോലെ ജില്ലകളിലുള്ള മെഡിക്കൽ കോളേജിൽ കാരുണ്യ സഹായം, ആ കാരുണ്യ വളരെ ശക്തമായി നിലകൊണ്ടിട്ടുള്ള പദ്ധതി. ഇവർക്ക് പുതിയത് കേരയില്ല. അത് ദയനീയമായി പരാജയം. 10ാമത്തെ വർഷത്തിലും അംഗീകാരം ഗവൺമെന്റ് കിട്ടാൻ കഴിയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിയെ ാനും പാർട്ടി വളരെ ശക്തിയുണ്ട്. അതുകൊണ്ട് ആ കേഡറായ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡറായ ആളുകൾ എന്ന അഭിപ്രായം എനിക്കില്ല. അവരുടെ കേഡർ, പക്ഷെ അതിനെതിരായിട്ട് പരമായ പ്ലാനാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം. ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഇതിണ്ടെന്ന് മനസ്സിലായി, അതനുസരിച്ചാണ് പോണേന്ന് മനസ്സിലായി. മാത്രല്ല ഇപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് 100 സീറ്റിലധികം നേടുന്നു പറയാൻ്റെ കാരണം ഇന്നതെന്ന് മനസ്സിലായി. എന്നാലും നമുക്കൊരു നോർമലി ഒരു സംശയം. ഇപ്പൊ നമ്മളെ ഇടതുപക്ഷത്തിന് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. മാത്രമല്ല അവർക്ക് ചലിപ്പിക്കാനായിട്ടുള്ള ഘടകങ്ങളുണ്ട്, എല്ലാ വിഭാഗ ഘടകങ്ങളുണ്ട്. പക്ഷെ UDFനെ സംബന്ധിച്ചോളം, UDFനെ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിം ലീഗിന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ നിലവിലെ ബൂത്ത് തലത്തിലോ വാർഡ് തലത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സംഘടനാ ശേഷിയോ സംഘടനാ ശക്തിയോ ഉള്ളതായിട്ട് കാണുന്നില്ല. ഒരു 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരികളൊന്നും പ്രവർത്തനത്തിന് കാണുന്നില്ല. കാരണം ഒരുമാതിരി ആളുകളെ കൂടെ നാട് വിട്ട് പോവുക, അല്ലെങ്കിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോവുക, അങ്ങനത്തെ അവസ്ഥകളുണ്ട്. ചെറുപ്പക്കാരെ ഒന്നും കാണുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിനെ മറികടക്കാൻ, അതായത് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ, അപ്പോൾ ഇവിടെ എന്താ പറയുക, മക്കളൊക്കെ വിദേശത്ത്, മാതാപിതാക്കൾ ഫ്ലാറ്റിൽ. അപ്പൊ ഇത്തരം അവസ്ഥയില് ഈ വോട്ടർമാരെ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ അതിന് മറികടക്കാനുള്ള വല്ല പ്ലാനും പദ്ധതികളും പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതില് ഇടതുപക്ഷത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേഡറായ ആളുകളുണ്ട്, കേഡറായ പ്രവർത്തനമുണ്ട്. പക്ഷെ കോൺഗ്രസിന് എന്നും ഒരു മാസിന്റെ പിന്തുണയാണ് എന്നും കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മാസ് പാർട്ടിയാണ്, ജനങ്ങളുടെ പാർട്ടിയാണ്. അത് കോൺഗ്രസ് പാർട്ടിയിൽ കേഡർ ഉണ്ടായാൽ പോലും വിജയിക്കണം എന്നില്ല. കാരണം അതിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ഒരുത്തരോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. മറ്റൊരിടത്ത് പറഞ്ഞത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ ഒരു ദോഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ജോൺസൺ സൂചിപ്പിച്ചതുപോലെ, ഈ ചെറുപ്പക്കാര് സ്വാഭാവികമായിട്ട് ഇല്ല. 50 വയസ്സിനും മീതെ. അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വന്ന ഒരു കുറവാണത്. കാരണം അത് നമ്മുടെ പൊതുവെ ഉണ്ടായിട്ടുള്ള, കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. പിന്നെ ഈ ചെറുപ്പക്കാർക്കൊന്നും രാഷ്ട്രീയത്തിനോട് താല്പര്യം പഴയതുപോലെ ഇല്ല. പിന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആദർശവാദികളായ നേതാക്കന്മാരുണ്ടായിരുന്നു, മാതൃക അവരെ പിന്തുടർന്നു പോകുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ നേതാക്കൾ എടുക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പാർട്ടി പ്രവർത്തനം കൊണ്ട് മാത്രമേ കഴിയൂ. അത് ജനാധിപത്യ വിശ്വാസികളാണ് കോൺഗ്രസിന്റെ ശക്തി. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനധികം ഘടകകക്ഷികളൊന്നും ഇല്ലെങ്കിലും ജയിക്കാൻ പറ്റുന്നത്. കാരണം മാസാണ് കോൺഗ്രസിന്റെ ശക്തി. ആ മാസിന്റെ വികാരങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ കൊടുക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്തെങ്കിലും ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട്. ഇപ്പൊ ഒരു ചോദ്യം, ഈ നിലമ്പൂര്